الله الذين آمنوا منكم والذين أوتوا العلم درجات. الله سبحانه وتعالى ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുഴുവൻ മനുഷ്യരുടെ മേലും വലിയ അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനമായ വിജ്ഞാനത്തിന്റെയും ആത്മസംസ്കരണത്തിന്റെയും പ്രബോധനത്തിന്റെയും പ്രവർത്തനങ്ങൾ അത് സംസ്കരിക്കുന്ന വ്യക്തിത്വങ്ങൾ. കാരണം ഓരോ കാര്യങ്ങളിലും ഇല്ലാത്തതും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ അമിതവുമായി ചെയ്യുന്ന പ്രവണത ഉണ്ടായിത്തീരും. അവിടെയാണ് മുജദ്ദിദീങ്ങളുടെയും മുസ്ലിഹീങ്ങളുടെയും ആവശ്യകത. പ്രത്യേകിച്ചും ദീനിന്റെ വളരെ ലളിതവും അങ്ങേയറ്റം പ്രധാനവുമായ കാര്യമാണ് തസ്കിയത്ത്, ആത്മസംസ്കരണം, തസവ്വുഫ്, സുലൂക്ക് എന്നീ പേരിൽ അറിയപ്പെടുന്ന പ്രവർത്തനം. ഇത് വളരെ ലളിതമാണ്, എന്നാൽ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ അനുഗ്രഹമാണ് ഓരോ സന്ദർഭത്തിലും ഇതിനെ സംസ്കരിക്കാൻ യോജിച്ച വ്യക്തിത്വങ്ങൾ ഈ സംസ്കരണത്തിന് അതിലുള്ള കുഴപ്പങ്ങളെ തിരുത്തുന്നതിന് മുമ്പോട്ട് വന്നു എന്നുള്ളത്. ഈ മാർഗത്തിൽ വലിയ പരിശ്രമങ്ങൾ നടത്താൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ രചനകൾ, പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു ഈ വിഷയത്തിൽ വലിയ തൗഫീഖ് നൽകപ്പെട്ട വ്യക്തിയാണെന്ന് വ്യക്തമാകുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് തസവുഫുമായി ബന്ധപ്പെട്ടവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മാധ്യമം ഇന്നും നമ്മൾ അവഗണിച്ചു എന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട മാധ്യമമാണ് കത്ത്. ലോകത്തിന് നാനാഭാഗത്തു നിന്നും ആളുകൾ കത്തയക്കുമായിരുന്നു, സാധാരണക്കാര്, പണ്ഡിതന്മാർ. അതിന് അദ്ദേഹം മറുപടി നൽകുമായിരുന്നു. ആ മറുപടി നൽകുന്നത്, അതിൽ പ്രധാനപ്പെട്ട കത്തുകൾ മഹാനരുടെ സ്ഥാപനത്തിൽ ഇരുന്ന് വിവിധ സമയത്ത് ജനങ്ങളെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അത് ശിഷ്യന്മാർ ക്രോഡീകരിച്ചു. തർബിയത്തു സാലിഖ്, സുലൂക്കിന്റെ വഴിയിൽ പ്രവേശിച്ചവർക്കുള്ള സംസ്കരണം എന്ന പേരിൽ 4 ഭാഗങ്ങൾ, അതോ 5 ഭാഗമോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ട് നമ്മളുടെ ലൈബ്രറിയിലുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാൻ വളരെ ദുഷ്കരമാണ്. കാരണം എഴുതുന്ന വ്യക്തികൾ, അവരുടെ ഭാഷ, മൗലാന അവറുകൾ അതിന് നൽകുന്നതായ വളരെ കുറിക്കൊള്ളുന്ന ആഴം നിറഞ്ഞ മറുപടികൾ. പക്ഷെ അൽഹംദുലില്ലാഹ് മൗലാനയുടെ ശിഷ്യൻ ഖുലാസത്തു തർബിയത്ത് സാലിഖ് എന്ന പേരിൽ അതിന്റെ രത്ന ചുരുക്കം തയ്യാറാക്കിയത് ലഭിക്കുകയുണ്ടായി. അതിൽ ആയിനെ തർബിയത്ത് എന്ന പേരിൽ
ഹക്കീമുൽ ഉമ്മത്ത് അവറുകളുടെ മറുപടിയുടെ രത്ന ചുരുക്കം മാഷാ അല്ലാഹ് അതിൽ കൊടുത്തിരിക്കുന്നു. മഹാന്മാർ ഏതെല്ലാം പിടയ്ക്കുന്ന ഞരമ്പുകളിൽ പിടിച്ചാണ് ചികിത്സിക്കുന്നത്, അവരുടെ ശിക്ഷണം എത്ര ഉജ്ജ്വലവും ആഴം നിറഞ്ഞതുമാണ് എന്നതിലൂടെ വ്യക്തമാകും. അതിലേതാനും കത്തുകളുടെ രത്ന ചുരുക്കം. ഉപദേശം നടത്തുന്ന വ്യക്തിയുടെ ലക്ഷ്യം അള്ളാഹുവിന് പൊരുത്തമാകണം, കേൾവിക്കാരുടെ ഇഷ്ടമാകാൻ പാടില്ല. എന്തെങ്കിലും ഉപദേശം ജുമാഅയ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ താലീം വായന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നടക്കുന്ന വഅദുകൾ, ഇതിന്റെ എല്ലാം ലക്ഷ്യം പടച്ചവന്റെ പൊരുത്തമാകണം. 2, ഈ കാലഘട്ടത്തിൽ ദീനീയായ മദ്രസകൾ സ്ഥാപിക്കുകയും അതിനെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കർമ്മവുമില്ല. അതുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ ഐശ്വര്യം ലഭിക്കുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദീനിന്റെ ധാരാളം പരിശ്രമങ്ങളുണ്ട്, ഒന്നിനെയും നിസ്സാരപ്പെടുത്തുന്നില്ല. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ ദീനിന്റെ പരിശ്രമം അത് മദ്രസകൾ സ്ഥാപിച്ച് നല്ല നിലയിൽ നടത്തലാണ്. അതിൽ ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും, സാമ്പത്തിക സഹായം ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, ആഹാരം പാചകം ചെയ്യുന്നവർ, അതുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ ഫലമുണ്ടാകുന്നതാണ്. 3, തസവൂഫുമായി ബന്ധപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യലാണ്, ഫലങ്ങളിലേക്ക് നോക്കാൻ പാടുള്ളതല്ല. ദിക്ർ ചെയ്തു കഴിഞ്ഞാൽ വികാരമുണ്ടാകും. ചിലർ ദിക്ർ ചെല്ലുമ്പോൾ കരയുന്നു. എന്നെക്കൊണ്ട് അതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ചെയ്യേണ്ട കാര്യം ചെയ്യണം, ഫലങ്ങളിലേക്ക് നോക്കാൻ പാടില്ല. 4, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിലൂടെ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തെല്ലാമാണ് എന്നത് ലക്ഷ്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് നമസ്കാരം, കൃത്യമായി ദിക്റുകൾ, ദുആകൾ നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. അതിലൂടെ വലിയ വികാരമുണ്ടാകുന്നു, കരച്ചിൽ വരുന്നു, പിടയ്ക്കുന്നു, ഇത് ലക്ഷ്യമല്ല. കാരണം ആദ്യത്തേത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ നിയന്ത്രണത്തിൽപ്പെട്ടതും അവസ്ഥകളും മറ്റുമുണ്ടാകുന്നത് നമ്മളുടെ നിയന്ത്രണങ്ങളിൽ പെടാത്തതുമാണ്. 5, ഈ മാർഗത്തിൽ സംശയങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. കാരണം ഇതിലൂടെ ആത്മപ്രശംസയുടെ വേര് മുറിക്കപ്പെടുന്നതാണ്. എന്റെ ദിക്റുകളും ദുആകളും ശരിയാകുന്നുണ്ടോ, അതുപോലെ തന്നെ എന്റെ ഈ പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ, ഇത് പടച്ചവന്റെ അനുഗ്രഹമാണ്. ഇതിലൂടെ ഞാൻ വലിയവനാണ്, എല്ലാം ചെയ്യുന്നവനാണ് എന്ന ഉജ്ബിന്റെ വേര് മുറിഞ്ഞു കിട്ടുന്നതാണ്. 6, നാവുകൊണ്ട് ദിക്ർ ചെല്ലുന്നതും പ്രയോജനപ്രദമാണ്. അതിന്റെ ഫലം ലക്ഷ്യം വെക്കണമെന്ന് മാത്രം. ചിലർ പറയാറുണ്ട്, നാവ് കൊണ്ടൊന്നും ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ടാണ് ദിക്ർ ചൊല്ലേണ്ടത്. ഇല്ല, നാവ് കൊണ്ട് ചെയ്താലും ഗുണമുണ്ട്. അതിന് ഫലം ലക്ഷ്യം വെക്കണം. ആ നാവിലൂടെ, ഏത് ഫലമാ? നാവിലൂടെ എന്റെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ദിക്ർ ഇറങ്ങണം, എന്റെ മനസ്സിൽ അതുമായി ബന്ധം വരണം എന്ന് ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ നാവ് കൊണ്ടുള്ളതായ തസ്ബീഹും ദിക്റും അതും പ്രയോജനപ്രദം തന്നെയാണ്. 7, മനസ്സിലുണ്ടാകുന്ന തെറ്റായ ചിന്തകൾ, അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ആ ചിന്തകളെ ലക്ഷ്യം വെക്കാൻ പാടില്ല. മനസ്സിൽ മോശമായ ചിന്തകൾ ചിലപ്പോൾ കടന്നുകൂടും, അതിനെ ലക്ഷ്യം വെക്കരുത്.
മോശമായ ചിന്തകൾ മനഃപൂർവ്വം സ്വാഗതം ചെയ്ത് വലിച്ചു കയറ്റരുത്. ഇടയ്ക്കുണ്ടായിപ്പോയി ഇസ്തിഗ്ഫാർ ചൊല്ലി അതിന് വഴി പറയുന്നുണ്ട്, അത് മാറ്റാൻ പരിശ്രമിക്കണം. 8, മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാക്കാതിരിക്കാൻ മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കൽ അത്യാവശ്യമാണ്. മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരും, ഇന്നിന്ന കാര്യങ്ങൾ ചിന്തിക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ചിന്തിക്കരുത്, ഇത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. പക്ഷെ ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നത്, മോശമായൊരു കാര്യത്തെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നത് അപകടകരമാണ്. 9, നിങ്ങൾക്ക് പടച്ചവനെ പറ്റിയുള്ള ഭയം ശക്തമാകുന്നെങ്കിൽ പടച്ചവന്റെ കാരുണ്യങ്ങളെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും പാരായണം ചെയ്യുക. അള്ളാഹുവിനെ പറ്റി വല്ലാതെ ഭയമുണ്ടാകുന്നു, നരകത്തെപ്പറ്റി പേടിയുണ്ടാകുന്നു. നമുക്കൊന്നുമില്ല. തസവുഫിന്റെ വഴിയിൽ പരിശ്രമിക്കുന്നവർക്ക് അതെല്ലാം ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ വേറെ ഹാല് മാറും. അങ്ങനെ പടച്ചവനോട് വല്ലാതെ ഭയമുണ്ടെങ്കിൽ പടച്ചവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും പാരായണം ചെയ്യുക. മഹാന്മാരെ പറ്റിയുള്ള ചിന്തയിലൂടെ വികാര ആവേശങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ മറ്റ് ജോലികളിൽ വ്യാപൃതരാകാൻ പരിശ്രമിക്കണം. തസവുഫിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമ്മൾ ഏത് മഹാനുമായി ബന്ധപ്പെട്ട അവരെപ്പറ്റി നമസ്കാരവും ദിക്റുമൊന്നും അല്ലാത്ത സമയത്ത് ഓർക്കണമെന്നുള്ളത്. പക്ഷേ അത് കൂടുതലാവുകയും അതിലൂടെ വലിയ വികാര ആവേശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യണം. ഏതാനും ദിവസം ഏതെങ്കിലും മഹാന്റെ അരികിൽ കഴിഞ്ഞുകൂടുകയോ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്തുകൊണ്ട് അദ്ദേഹവുമായി യോജിപ്പുണ്ടാകുന്നതുവരെ അദ്ദേഹവുമായി ബൈഅത്തിന്റെ ബന്ധത്തിൽ തിരക്ക് കൂട്ടാൻ പാടില്ല. ചില മഹാന്മാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ആവേശം വരും, അവരുമായിട്ടൊക്കെ ബൈഅത്ത് ചെയ്യാം, അവരുടെ ശിഷ്യനാകാം എന്നെല്ലാം തീരുമാനിക്കും. പക്ഷെ ഇത് വെപ്രാണത്തിൽ ചെയ്യേണ്ടതല്ല. ഒരു ഡോക്ടറെ കണ്ട് വളരെ ചാടിക്കേറി അദ്ദേഹത്തോട് മരുന്ന് ചോദിച്ചില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കുറച്ചുനാൾ സഹവസിക്കണം, അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുക്കണം, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് മനസ്സിന് ഇണക്കമുണ്ടെങ്കിൽ ബന്ധപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കണം. 11, ചിലർ തസവുഫിന്റെ വഴിയിൽ എത്ര പരിശ്രമിച്ചാലും അവർക്ക് അതിന്റെ പേരിൽ വലിയ അനുഭൂതിയൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിൽ പടച്ചവൻ ചില നന്മകൾ വെച്ചു എന്നവർ മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു, പക്ഷെ എനിക്കതിന് വലിയ ഫലമൊന്നും കാണുന്നില്ല. ഫലം കൊണ്ട് ഉദ്ദേശം അതുകൊണ്ട് വലിയ വികാരമോ ആവേശമോ ഒന്നും ഉണ്ടാക്കുന്നത്. നമ്മളീ പലരും പറയാറുണ്ട്, ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിനൊരു താല്പര്യം വരുന്നില്ല, ദിക്ർ ചെല്ലുന്നു ദിക്ർ താല്പര്യം വരുന്നില്ല. താല്പര്യം വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, അതിൽ പടച്ചവന് എന്തോ മസ്ലഹത്ത് അടങ്ങിയിട്ടുണ്ട്. താല്പര്യമെന്ന ആവേശമെന്ന് ചിലപ്പോൾ എനിക്ക് അതിന്റെ പേരിൽ ആത്മപ്രശംസ, ഞാൻ വലിയ ആളാണെന്ന് ചിന്തകളൊക്കെ ഉണ്ടാകും. അത് പൊളിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യും. ചിലപ്പോൾ നമ്മളെ പദ്ധതികൾ നടപ്പിലാകത്തില്ല. ഇന്ന കാര്യം ചെയ്യണമെന്ന് വലിയ ആവേശത്തിൽ വരും, ഒന്നും നടക്കത്തില്ല. പക്ഷെ അത് വലിയ നന്മയുണ്ടെന്ന് മനസ്സിലാക്കണം. 13, മോശപ്പെട്ട പണ്ഡിതന്മാരുടെ ദുസ്വഭാവങ്ങൾ കണ്ട് അസ്വസ്ഥമാകാൻ പാടില്ല. മോശപ്പെട്ട ആരെങ്കിലും നമ്മളെക്കുറിച്ച് അഭിപ്രായം നമ്മളെ വിമർശിക്കുകയും ചെയ്യുന്നു, അതിൽ വലിയ ആവേശമൊന്നും അതിന്റെ പേരിൽ വലിയ അസ്വസ്ഥതയൊന്നും ഉണ്ടാകാൻ പാടില്ല. സഹോദര, വിജയം ലക്ഷ്യത്തെ ആവേശത്തോടെ ഉൾക്കൊള്ളുന്നതിലാണ്, കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ല. നിങ്ങൾക്ക് വിജയം ആഗ്രഹമുണ്ടോ? പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ആവേശത്തോടെ പ്രവർത്തിക്കണം. ദർസ്, തദ്രീസുകൾ, വഅദ്, തബ്ലീഗുകൾ, ദിക്ർ, ദുആകൾ, ഇത് ആവേശത്തോടെ പ്രവർത്തിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകണം.
നിത്യമായി ചെയ്യുന്നു എന്നതല്ല ലക്ഷ്യം. ഞാൻ നിത്യമായിട്ട് പാഠം പഠിക്കുന്നു, നിത്യമായി ഞാൻ ഇന്ന കാര്യം നന്മകൾ ചെയ്യുന്നു, ആ നിത്യതയല്ല വിഷയം. മറിച്ച് അതിൽ ആവേശമുണ്ടാക്കിയെടുക്കണം. നമസ്കാരം ആവേശമാക്കി മാറ്റണം, ദിക്റും ദുആയും ആവേശമാക്കി മാറ്റണം, പാഠം പഠിക്കലും പഠിപ്പിക്കലും ആവേശമാക്കി മാറ്റണം. നമുക്ക് വലിയ ആശ്വാസമുണ്ടാക്കുന്നൊരു വാക്ക്, പാപങ്ങൾ ചെയ്തു പോയി എന്നതിന് പേരിൽ നിരാശപ്പെട്ട് കഴിയാൻ പാടില്ല. തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് വീണ്ടും സൽപ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതാണ്. ഏതെങ്കിലും സൽപ്രവർത്തനം ഇല്ലാതായി പാപമുണ്ടായിപ്പോയി അതിന് പേരിൽ നിരാശപ്പെട്ട് മാറാൻ പാടില്ല. തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് നന്മകൾ വീണ്ടും ആരംഭിക്കണം. അല്ലാമ ഖബറുദ്ദീൻ ഖാസിമി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് ഇത് വായിക്കാൻ വളരെ മുമ്പ് ഏൽപ്പിച്ചതാണ്. ഞാൻ കുറേ വായിച്ചായിരുന്നു, പക്ഷെ എനിക്ക് വിഷയം മനസ്സിലാകാത്തതുകൊണ്ട് അതിവിടെ വായിക്കാൻ സാധിച്ചില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഈ കിതാബ് ഇപ്പോഴാണ് കിട്ടിയത്. അല്ലാഹു മൗലാന അവറുകൾക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. ഹക്കീമുൽ ഉമ്മത്തിന്റെ രചനകൾ ജനങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കണം എന്ന് വളരെ ശക്തമായി പറഞ്ഞായിരുന്നു. ഞാൻ കുറേ വായിച്ചു നോക്കി, പക്ഷേ അത് മൗലാന പറഞ്ഞ കിതാബ് എനിക്ക് മനസ്സിലാക്കി. പക്ഷെ ആ കിതാബിന്റെ ആകെ ചുരുക്കം ഇപ്പൊ കിട്ടി. ഇന്നലെ രാത്രി മൗലാനായ ധാരാളം ദുആ ചെയ്തു. റഹ്മാനായ റബ്ബ് മൗലാനയ്ക്ക് പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് ഉയർന്ന ദർജാത്ത് കൊടുക്കുമാറാകട്ടെ. നല്ല ഉപദേശങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പൂവണിയും എന്നതിന്റെ വലിയൊരു അടയാളം കൂടിയാണ്. അവർ ഇന്ന കിതാബ് മേടിക്കാനും പറഞ്ഞാൽ മേടിച്ച് അതും മേടിച്ച് അത് വേറെ കിതാബ് മേടിച്ചു. പക്ഷെ വായിച്ചു നോക്കി എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അൽഹംദുലില്ലാഹ് പെട്ടെന്നാണ് ഇത് കിട്ടിയത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് മഹാന്മാരുടെ ശ്രദ്ധയും അവരുടെ ഉപദേശവും. അത് നമ്മുടെ മനസ്സിൽ അതിനെ താല്പര്യത്തോടെ കൊണ്ടു നടന്നാൽ അല്ലാഹു തആല ഇന്നല്ലെങ്കിൽ നാളെ വഴി തുറന്നു തരുന്നതാണ്.